Welcome to my mass cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു അച്ചാറാണ് കാണിക്കുന്നത്, കടുക് മാങ്ങ അച്ചാർ. കടുക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ ആക്ച്വലി വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. പിന്നെ കൂടാതെ ഇപ്പോൾ പച്ചമാങ്ങ ധാരാളം മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ളൊരു റെസിപ്പി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ലെണ്ണ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ചീത്തയാവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. അച്ചാർ ഉണ്ടാക്കുമ്പം എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടാവും. അതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് എണ്ണ യൂസ് ചെയ്യും. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കടുക്, 1/2 ടീസ്പൂൺ കടുകും ഒരു 8-10 ഫെനുഗ്രീക്ക് ഉലുവയുടെ സീഡ്സ് കൂടി ഇടുക. ഒപ്പം തന്നെ ഞാനൊരു 3 പച്ചമുളക്, കുറച്ച് കറി ലീവ്സ്, ഇഞ്ചി ഒരു കഷ്ണം സ്ലൈസ് ചെയ്തത്, ഏകദേശം മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും സ്ലൈസ് ചെയ്തത്. പിന്നെ 7 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത്. ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്യുക. ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 കഷ്ണം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ പൊടികൾ നന്നായിട്ട് മൂത്തൊരു ബ്രൗൺ കളറായി കഴിഞ്ഞു. ഈ പൊടികളിട്ട് മൂപ്പിക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ 2.25 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി, പിന്നെ കായംപൊടി 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി. ഇതെല്ലാം ചേർക്കാം. അപ്പം അച്ചാറിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർക്കാം, ഒരു 1/4 കപ്പ് വിനീഗർ. സോൾട്ട് ആവശ്യത്തിന് സോൾട്ട് കൂടെ ചേർക്കാം. വിനീഗർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. നമ്മൾ വിനീഗർ ഇട്ടു, മാങ്ങയുടെ പുളിയുണ്ട്, അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ ഷുഗർ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇത് ഫുള്ളായിട്ട് ആറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് കടുമാങ്ങ ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് മൂവാണ്ടമാങ്ങയാണ്. മൂവാണ്ടമാങ്ങ 4 എടുത്തേക്കുന്നത്. അതിൽ 2 ചനച്ചതായിരുന്നു, അതുകൊണ്ടാണ് ചെറിയൊരു കളർ ഡിഫറൻസ്. ചനച്ചാണെങ്കിലും ഒട്ടും മധുരമില്ല, നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നോക്കിയാൽ 250 ഗ്രാം ഉണ്ട്. ഓക്കെ, ഫുൾ മാങ്ങയായിട്ടല്ല, കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം 250 ഗ്രാം ഉണ്ട്. മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ 2.25 കപ്പ് വരും. അതാണ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ ചൂടോടെ നമ്മൾ ഈ മാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ അങ്ങ് സോഗിയോ ക്രിസ്പായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ക്രിസ്പായിട്ട് വേണമെങ്കിൽ ചൂട് ഫുൾ ആറിയ ശേഷം മാങ്ങ ചേർക്കുക. ഇച്ചിരി സോഫ്റ്റായിട്ടുള്ള മാങ്ങായ വേണ്ടെങ്കിൽ ചെറിയ ചൂടോടെ തന്നെ ഇതിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ 2 രീതിയിലും ഉണ്ടാക്കും കടുക് മാങ്ങ. ഈ പാനെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് കൂളായി. ഇനി മാങ്ങ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. മാങ്ങ 1 ടീസ്പൂൺ ഉപ്പ് വെച്ച് പുരട്ടി ഒരു 1/2 മണിക്കൂറോളം വെച്ചേക്കുന്നതാണ്, അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പം മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് പുരട്ടി വെക്കുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്തു. ഇനി ലാസ്റ്റായിട്ട് ഞാൻ 1.5 ടീസ്പൂൺ കടുക് പരിപ്പ് അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. കടുക് പരിപ്പ് നിർബന്ധമില്ല, ഓപ്ഷനില്ല, ഉണ്ടെങ്കിൽ ഇടുക, ഒരു ബെറ്റർ ഫ്ലേവറാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അധികം ഗ്രേവി ഇല്ല. ഇപ്പം നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങും. നമ്മളല്ലാതെ വെള്ളമൊന്നും ചേർക്കത്തില്ല, ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിക്കിൾ ചീത്തയായി പോകും. പിന്നെ ടേസ്റ്റ് നോക്കുക, സോൾട്ടും ഷുഗറും ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക. വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുക.
ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. ഇത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. നമ്മുടെ കടുക് മാങ്ങ അച്ചാർ റെഡിയായി. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടെങ്കിൽ അച്ചാർ ചീത്തയാവാണ്ട് കേടുകൂടാണ്ട് നമുക്ക് ഇരിക്കും. അപ്പോൾ എപ്പോഴും അത് മാത്രം ശ്രദ്ധിക്കുക. ഇത് 2-3 വീക്സൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ട്രൈ ഔട്ട് ചെയ്യുക. നല്ല അച്ചാർ ഇപ്പം ഇടാൻ പറ്റിയൊരു സീസണാണ്. ബിക്കോസ് പച്ചമാങ്ങ ധാരാളം മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.